ഇന്നലത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയ സംഭവം എന്ന് ഞാൻ പറയും. പിന്നെ ആ ഒരു വ്യക്തി അനുമോളെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഹൗസ്മേറ്റ്സ് എല്ലാവരും, ലൈക്ക് അപ്പാനി ശരത്ത്, നെവിൻ, പിന്നെ ജിസയിൽ, അക്ബർ, അങ്ങനെ റെന ഫാത്തിമ, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആവശ്യം ഉള്ളതിനും ഇല്ലാത്തതിനും ഒരു രീതിക്കും അനുമോൾക്ക് അവിടെ ഒന്ന് ഇരിക്കാൻ വേണ്ടി പോലും പറ്റാത്ത രീതിക്കുള്ള ഒരു പ്രൊവോക്കിങ്, കുറ്റപ്പെടുത്തൽ, അതിശക്തമായിട്ടുള്ള ഒരു ഗ്യാങ് അറ്റാക്ക് അനുമോൾക്കെതിരെ. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം അറിയാമോ? ഒരു രീതിക്കും അനുമോളങ്ങില്ല ഞാൻ ക്വിറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതിനെ അത്രയേറെ സഹിച്ച് തന്നെയാണ് നിന്ന്. ഒരു ഒറ്റ അഭിപ്രായങ്ങൾ തിരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സഹിച്ചാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. അത്രയേറെ ഒരു എന്താ പറയട്ടെ എന്നുള്ള ഒരു കാര്യം വെച്ച്. പക്ഷേ അനുമോൾ എന്തുകൊണ്ട് കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണെങ്കിൽ ജിസയിൽ അവിടെ നിൽക്കുന്നതാണ് അനുമോൾ പോകാത്തത്. അതാണ് സത്യസന്ധമായൊരു കാര്യം. അത്രയേറെ പകയുള്ള ഒരാളോട് കൂടി ചെന്ന് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി അനുമോളെ അത്യാവശ്യം അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അനുമോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാത്തത്. ഒരിക്കലും ഒത്തുപോകത്തില്ല. പിന്നെ ഇന്നലെ ഒരു ഉള്ള കണക്കിനാ പറഞ്ഞല്ലോ, പക്ഷെ എന്നാലും ആ ഒരു പ്രവൃത്തി തെറ്റാണെങ്കിലും പക്ഷെ അതൊരു റൂൾ അങ്ങനെ ആയിപ്പോൾ എന്നുള്ള കാര്യം കൂടെ ഇവിടെ പറയണം. അതായത് ഇന്നലെ ജിസയിൽ പണിപ്പുരയിലോട്ട് പോയി, കുറേ സാധനം എടുത്ത് 3 തവണയാണ് പോയത്. ഒരു തവണ പോയ സമയത്താണെങ്കിൽ നമ്മുടെ അനുമോളുടെ ഒരു ട്രാക്ക് സൂട്ട് പാൻറ്റിൻ്റെ ഒരു കിറ്റ് സംഭവം കൈ കിട്ടിയായിരുന്നു. ഈ ഒരു കിറ്റ് പുറത്തിട്ടിട്ട് നോക്കിയപ്പം അനുമോളിൻ്റെ ട്രാക്ക് സൂട്ട് പാൻറ്റ് ഇതെടുത്തങ്ങ് തിരിച്ചങ്ങകത്തിട്ട്. അകത്തിട്ടത് ഒരു ലോ ഉണ്ട് സമ്മതിച്ച് നിൽക്കുന്നത് വെച്ചാൽ അവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം വെച്ച് അതുകൊണ്ട് അതങ്ങ് തിരിച്ചങ്ങ് കൊടുത്ത് ഓക്കെ ഫൈൻ. പക്ഷേ അനുമോളുടെ സാധനമായതുകൊണ്ട് മാത്രമാണ് ജിസയിൽ അതങ്ങ് തിരിച്ചങ്ങിട്ടത്. ലൈക്ക് നെവിൻ്റെ ആയിരുന്നെങ്കിലോ ആരിൻ്റെ ആയിരുന്നെങ്കിലോ അത് കൊടുക്കത്തില്ലെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. പിന്നെ ഇതിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ പറയും അത് ബിഗ് ബോസിൻ്റെ റൂളാണ്, നിയമമാണ്, കാര്യങ്ങളെന്നൊക്കെ. പക്ഷേ അത് ആര്യൻ്റെയോ നെവിൻ്റെയോ ഇനി മറ്റാരുടെങ്കിലൊക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജിസൽ അങ്ങനെ ആ സ്പോട്ട് തന്നെ എടുത്ത് അകത്തോട്ട് ഇങ്ങിടത്തില്ലായിരുന്നുള്ള കാര്യം സത്യസന്ധമായൊരു കാര്യമാണ്. പിന്നെ ആ ഒരു കാര്യം അനുമോൾ കാണുന്നതും അനുമോൾ പിന്നെ കൺഫെഷൻ റൂമിൽ പോരുന്ന കാര്യം എന്നൊക്കെയാണ് പിന്നെ നമ്മളിവിടെ കണ്ടത്. ഏറ്റവും മോശമായ ഒരു കാര്യമാണ് ജിസൽ അവിടെ കാണിച്ചിരിക്കുന്നത്. അത് അത്രയേറെ ഒരു ഇത്ര ഇങ്ങനെ ആർത്തും കാണിക്കരുത്. എല്ലാ റൂളും ബ്രേക്ക് ചെയ്യുന്ന ഒരു ആളാണ് ജിസലെങ്കിൽ ആ മേക്കപ്പ് കിറ്റൊക്കെ തുടക്കത്തിൽ അങ്ങ് തിരിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ രഹസ്യമായിട്ടൊന്നും വെക്കത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ജിസലിൻ്റെ കയ്യിലുണ്ട്. ജിസയിൽ തീർത്തും ഒരു ശത്രുത കാണിച്ചാണ് അനുമോളടുത്ത്. അനുമോൾ ജിസ് നമ്മളുടെ ഒരു ഇഷ്യൂവിൻ്റെ ആ ഒരു പ്രതികാരം എന്ന രീതിക്ക് കാണിച്ചാണ്. ഇപ്പം എന്നിട്ട് പിന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങളാരും ഈ ഒരു അനുമോളെ കുറ്റം പറയില്ല, നിങ്ങളെ ബുള്ളിങ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ വന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും നമുക്ക് അറിയേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇത്രയേറെ ബുദ്ധിമുട്ട് ഡ്രസ്സിൻ്റെ കാര്യങ്ങളിൽ അവിടെ അനുഭവിക്കുന്ന ഒരാളുടെ ഒരു സാധനം കിട്ടിയിട്ട് അതെടുത്ത് തിരിച്ചങ്ങോട്ട് കൊടുത്ത ഒരു കാര്യം വളരെ മോശമാണ്. ഇനിയൊരു കാര്യം പറയാം, അവിടെ ആർക്കും അവിടെ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ പെണ്ണുങ്ങളും അവിടെ മേക്കപ്പ് എന്ന് നിൽക്കുന്നത്. ജിസലിനെ പറ്റുമോ മേക്കപ്പ് ഇല്ലാതെ നിൽക്കാൻ വേണ്ടി പറ്റുമോ? മേക്കപ്പ് ഇല്ലാതെ ജിസലിന് ഒരു 2 വീക്സ് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റുമോ? ജിസലിൻ്റെ ഒരു പഴയ ഫോട്ടോ ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്കിടെ കാണാറുണ്ടായി, വിത്തൗട്ട് മേക്കപ്പ്. അങ്ങനെ ഒന്നും ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഈ മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്ത് ബിഗ് ബോസ് കൊണ്ടുപോയിട്ട് പിന്നെ ഇത് എവിടെ നിന്നാണ് ഇത്രയും ഒരു മേക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടുന്നത്? ഏത് പ്രോഡക്റ്റ് ആയിരുന്നാലും അത് ജിസലിന് മേക്കപ്പ് കിറ്റ് ആവശ്യമാണല്ലോ. അത് കണക്ക് തന്നെയാണ് അനുമോളുടെ ആ ഒരു ട്രാക്ക് സൂട്ട് പെന്നിൻ്റെ കാര്യം എന്ന് പറഞ്ഞത്. എടുത്ത് അതങ്ങ് പെട്ടെന്ന് അങ്ങനെ എത്തിച്ചിട്ടത് വളരെ മോശമായി പോയി. ബിഗ് ബോസ് അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സാധനം മാത്രം എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളൊരു കാര്യം വെച്ചൊക്കെ ആയിരുന്നെങ്കിൽ അത് ജിസൽ ചെയ്തത് ശരി എന്ന് പറയാൻ വേണ്ടി പറ്റി. ഇത് തീർത്തും അനുമോളത്തുള്ള ഒരു ദേഷ്യം, വൈരാഗ്യം, പക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജിസൽ അറിഞ്ഞ് തന്നെ അവിടെ തീർത്ത കാര്യമാണ് അനുമോളോട് കാണിച്ചിരിക്കുന്നത്. അതിൽ വേറെ ചോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അങ്ങനെയാണ് പോയത്. പക്ഷേ ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്, തിരിച്ച് അനുമോൾ നല്ല പോലെ പണി കൊടുക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു അവസരം അനുമോൾ കിട്ടുമ്പോൾ അനുമോൾ നല്ല പണി എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്, 100% ഉറപ്പ് തന്നെയാണ്. അനുമോൾ ഈ ജിസലുമായിട്ട് എങ്ങനെയാണ് ഇപ്പം ഒരു ജിസലിന് ഇത്രയേറെ ഒരു ദേഷ്യം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഒരു മേക്കപ്പ് കിറ്റ് സംബന്ധപ്പെട്ട കാര്യങ്ങൾ ലാൽട്ടനും വിളിച്ച് പൊളിച്ചടുക്കിയില്ലേ, ആ ദിവസം തൊട്ടാണ് ജിസലിനത്തിൻ്റെ കുത്തൽ തുടങ്ങിയത് അനുമോളുടെ തൊട്ട്. ആ ഒരു കാര്യമാണ് ഇന്ന് അനുമോൾ ജിസയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് ഇതിന് കാണിച്ചതിന് അനുമോൾ ദിവസം ഒരു പണി തിരിച്ച് കൊടുത്തിരിക്കും. പക്ഷേ ജിസയിൽ കാണിച്ചതും ഇത്രയേറെ ഒരു തെണ്ടിത്തരാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇത്രയേറെ ഒരു മോശപ്പെട്ട ഒരു
ബാഡ് ബിഹേവിയറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു രീതിക്ക് ഞാനതിനെ ഒന്നും പറയുന്നില്ല. അത്രയേറെ അവിടെ ഡ്രസ്സിനും അല്ലെങ്കിൽ അവരുടെ ഉപകരണങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ ഒരു സംഭവം കിട്ടിയപ്പോൾ അത് സ്പോട്ട് എടുത്ത് കാത്തിട്ടത് വളരെ മോശമായി ഇപ്പോൾ എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതിന് അനുമോളും തിരിച്ചൊരു പണി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഈ കാര്യം ഒരു രീതിക്കും ജിസലിൻ്റെ ഈ ഒരു പ്രവൃത്തിനെയോ പരിപാടിനെയോ ഒന്നും ന്യായീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. വളരെ മോശമായ കാര്യമാണ് ജിസൽ അവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും കാണിക്കരുത്. എടുത്ത സാധനം അത് അനുമോളാണ് നല്ല സമയത്ത് അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കുക, തിരിച്ചെടുത്തങ്ങാകത്ത് ഇടുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ കാണിച്ചത് അത് വളരെ മോശമായ കാര്യമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം. അത് തികച്ചും ഒരു പകയുടെ പുറത്ത് ചെയ്തൊരു പരിപാടിയും കാര്യങ്ങളും കൂടെയൊക്കെയാണ്. പിന്നെ എപ്പിസോഡ് റിവ്യൂ ഞാൻ ഇനി ചെയ്യുന്നില്ല, കാരണം അതിന് ഒന്നുമില്ല. അതിനകത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റൂ. സോ ആ ഒരു കാര്യം വെച്ച് ജിസൽ ഈ കാണിച്ചത് വളരെ തെറ്റായ ഒരു കാര്യമാണ് നമ്മളോട് കാണിച്ചത്. ആ ഒരു കിറ്റ് ബിഗ് ബോസ് പറഞ്ഞെങ്കിൽ തിരിച്ചു കൊടുക്കാമായിരുന്നു, അല്ല എടുത്തിട്ടത് വളരെ മോശമായിപ്പോൾ. ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ.